ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിത് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തക്കാളിയൊക്കെ വേവിച്ച് അരച്ചെടുത്ത് ഉണ്ടാക്കുന്നത് നല്ല കിടിലനൊരു ഒരു ചിക്കൻ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വായോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. വായോ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ചിക്കൻ കറി ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. കഴിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ തേങ്ങാച്ചോറാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അപ്പം ചിക്കൻ കറിയുടെ പരിപാടി ആദ്യമേ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസ് വലുപ്പത്തിനുള്ള 3 തക്കാളി എടുത്ത് ഒന്ന് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുമല്ലോ, ആ ഒരു ഭാഗം വരെയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ദാണ്ടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. തൊലിയൊക്കെ ഒന്ന് ഇളകി മാറിയിരിക്കുന്ന കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും തക്കാളിയൊക്കെ എടുത്ത് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു കറി ഞാൻ ചട്ടിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പം ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ചേർക്കുന്നതിൽ കുറച്ചും കൂടെ അധികമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. എന്നരുതി ഒരുപാട് നിറം മാറ്റണ്ട കേട്ടോ. ഈ ഒരു കളർ മാറിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുനുകുനാന്നരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 സവാള, അതായത് ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ സവാളയാണ്. 3 ഇതുപോലെ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളേൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തണം കേട്ടോ. ആ ഒരു സമയം വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പൊ ദാണ്ടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് അവിടെ കിടന്നൊന്ന് കളർ മാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ തക്കാളിയൊക്കെ വേവിച്ച് വെച്ചില്ലായിരുന്നോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മേളിലൊരു ഇതില്ലേ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് 8-9 എടുത്തത്. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി. ഇനി അത്യാവശ്യം ഒരു വലിയ പീസ് ഇഞ്ചി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണങ്ങളാട്ടോ. ഇനി അതുപോലെ ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ദാണ്ടെ ഞാൻ പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം മാറ്റി വെക്കാം. ദാണ്ടെ നമ്മുടെ സവാളയൊക്കെ ദാണ്ടെ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഈ ഒരു കളർ മാറുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്നവരെയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളിയുടെ കൂട്ട് അങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കും നല്ലൊരു മണം വരും കേട്ടോ. കാര്യം ഇതിൽ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തല്ലേ ഒന്ന് അരച്ചെടുത്തത്. നല്ലൊരു മണമാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പ്രധാനമായിട്ടും ചട്ടി അതിൻ്റെ പേരിൽ നല്ല ചൂടായിട്ട് കിടക്കുമായിരിക്കും. പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ഇങ്ങനൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം. നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറില്ലേ, അതിൽ കുറച്ച് അരപ്പുണ്ടാവും. അതിലൊരല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാര്യം ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ വേവിക്കുമ്പോഴേക്കും നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് സമയം ഒന്ന് കിടന്ന് തിളക്കട്ടെ. ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വന്നാ മതിയാവും ട്ടോ. അപ്പൊ ദാണ്ടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ആ മസാല ചിക്കനിലെല്ലാം കോട്ടാവുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ദാണ്ടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാന്. ഇത്ര ആയപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇതുവരെ. അപ്പൊ ഞാന് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും മിക്സ് ആക്കുന്നതിന് മുന്നേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങ് മിക്സ് ആക്കിയാൽ മതി. അപ്പൊ ഞാന് ഇപ്പൊ ഓർത്തത് കൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു കറി ഉണ്ടല്ലോ പറ്റുമെങ്കിൽ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റും നല്ല രസമാണ് കേട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാനിൽ ഉണ്ടാക്കിയാലും മതി. പക്ഷെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് അടച്ച് വെക്കാം. അവിടെ നിന്നൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ് ചെറിയ ബിരിയാണി അരി ഉണ്ടല്ലോ അതാണ്. എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് അരി എടുക്കുക ട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാന് ഒരു 5, 6 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 10, 12 എണ്ണം ഒക്കെ എടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയും പിന്നെ കുറച്ചും കൂടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ ഒരുപാട് കൂടി പോവരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും പിന്നെ ഒരു നുള്ള് കൂടെ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് നല്ലപോലെ ഇതൊന്ന് ഞെരടിയെടുക്കണം. അപ്പോൾ തേങ്ങാച്ചോറ് പല രീതിയിൽ ഉണ്ടാക്കും. ഈ അതൊക്കെ ചേർത്ത് അരച്ച്, അതായത് ഈ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അരിയും നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ബിരിയാണി അരിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ മട്ടരിയിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പം വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണി അരിയുടെ കണക്ക് വെച്ചിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത്. അതായത് ചെറിയ അരിയുടെ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്നത്, അതായത് ഉപ്പ് കുറച്ച് കൂടുതലാണോ എന്ന് തോന്നുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കുക. അപ്പോഴാണ് അരിയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. അപ്പൊ എന്ന് കരുതി ഒരുപാട് ഉപ്പ് വാരി ഇടരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ നമ്മുടെ തേങ്ങാച്ചോറ് തന്നെ മട്ടരിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി നോക്കിയേക്ക് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ കേൾക്കുന്നവരെ അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. ഞാൻ ഈ ചിക്കൻ കറിയിൽ ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ചിക്കനകത്തുനിന്ന് വെള്ളമൊന്നും അധികം ഇറങ്ങി വന്നില്ല. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ മിക്സാക്കി ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ.
അപ്പോൾ ദാണ്ടെ ചിക്കനൊക്കെ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറോട് കൂടി വേണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. എനിക്ക് ഇത് കുറച്ചില് വരട്ടിയെടുത്ത പാകത്തിന് കിട്ടാനാണ് കേട്ടോ താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ തേങ്ങാച്ചോറും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ തേങ്ങാച്ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. നന്നായിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് അരിയൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പാകത്തിന് നമ്മുടെ തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും തേങ്ങാച്ചോറും നമുക്കിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി കണ്ടോ കുറച്ചും കൂടെ തണുത്തപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് വറ്റി. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടുന്നതാണ് നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് കേട്ടോ. ഒരുപാട് കറിയൊക്കെ അതായത് ഒരുപാട് ചാറോട് കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ചോറ് കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ലതാണ്. ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴാണ് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഗ്രേവിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടെ ഇതുപോലെ ഒരു തേങ്ങാച്ചോറ് കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.